അതെ, കോട്ടയം സ്റ്റൈലിൽ കക്ക ഒന്ന് ഒലത്തിയെടുത്താലോ? എങ്ങനെയാണെന്ന് നോക്കാം. ദേ, ഇന്നിപ്പം നമുക്കൊരു 1.5 കിലോ കക്ക ഉണ്ടായിരുന്നു. അതിനാവശ്യമായിട്ട് നമ്മൾ വേകാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക്, മീറ്റ് മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്തൊന്ന് വേവാൻ വെക്കുന്നുണ്ട്. ഓൾറെഡി കക്ക വെന്ത് വരുന്ന സാധനം, അതുകൊണ്ട് വലിയ വെള്ളം ഒന്നും വെച്ച് വേണമെന്നില്ല. ഈ കക്കയിലെ വെള്ളം മാത്രം മതി. കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിനാവശ്യമായ ബാക്കി മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കടുക് വറുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, സബോള ഇത്ര എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പം ഓൾറെഡി കടുക് വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും തേങ്ങായും ചേർത്ത് വഴറ്റുക. അതിലേക്ക് നമ്മൾ സബോള, ഇതിപ്പോൾ കുറച്ച് സബോള, ഇത് മൊത്തം ഞാനിപ്പം വൈകിട്ട് കറിയാക്കുന്നില്ല, വൈകിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് കുറച്ച് വൈകിട്ടത്തേന് ആവശ്യമുള്ളതാണ്. അപ്പം ഒരു സബോളയെ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വഴറ്റി നമ്മൾ കുറച്ച് മസാലകളല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ചും കൂടെ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഈ സമയം കൂടെ നമ്മുടെ കക്കായൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. കറിവേപ്പില ചേർക്കുക ഈ സമയത്തേന്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ മെയിൻ എരിവ് നമ്മൾ കുറച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഓക്കെ എനിക്ക് എരിവ് വേണ്ടാഞ്ഞിട്ടായിരിക്കും അല്ലേ? അല്ല കേട്ടോ, കുറച്ച് കുരുമുളക് പൊടിയാണ് ലാസ്റ്റ് ചേർക്കുന്നത്. എനിക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ, നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. ഇതുവരെ